27ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. സർവവും കാഴ്ചവെച്ച് യേശുവിൻ പാദത്തിൽ സാഷ്ടാംഗം വീണങ്ങ് വന്നിച്ചിടുവാൻ എന്നുള്ള പാട്ട് 227. സങ്കീർത്തനങ്ങൾ വായിക്കാം. ബാക്കി പറഞ്ഞു. സങ്കീർത്തനം 107 അതിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ചേർന്ന് വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 107 അതിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തന്റെ വചനത്തെ അയച്ച് അവർ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗം കഴിക്കുകയും സംഗീതത്തോടുകൂടി അവൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കുകയും ചെയ്യട്ടെ. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തിയെയും ആഴത്തിലുള്ള അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ച കൊടുങ്കാറ്റ് അടുപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു, പോയി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു, അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പഴയ നിയമം വായിക്കും, തുടർന്ന് പുതിയ നിയമം.
ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 37 1 മുതൽ 14 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥികൾ അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേലൂതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളിച്ചത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളിച്ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വായനയ്ക്കായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. മർക്കോസ് 1 മുതൽ 15 വരെ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ അടുക്കൽ യഹൂദ്യദേശമൊക്കെയും യെരുശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞു. യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും ധരിച്ചും വെട്ടുകിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്നവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ വന്നു യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി.
അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിൻസാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ നയിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശന്മേൽ ക്രൂശന്മേൽ കാണുന്ന ദാരിദ, ക്രൂശന്മേൽ ക്രൂശന്മേൽ കാണുന്ന ദാരിദ, പ്രാണനാഥൻ പ്രാണനാഥനെൻപേർക്കായി ചാകുന്നു, പ്രാണനാഥൻ പ്രാണനാഥനെൻപേർക്കായി ചാകുന്നു. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ഈ സന്ധ്യാസമയത്ത് രാത്രിയുടെ ആദ്യയാമങ്ങൾ ഞാൻ കാലയത്തിൽ കടന്നു വന്ന് അല്പസമയം നോയമ്പാരാധനയായി ഞങ്ങൾക്ക് കർത്താവേ ആയിരിക്കാൻ തക്കവണ്ണം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നേ ദിവസത്തിൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമേ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളാമ്പ്രതി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കായിരിക്കുന്ന സ്ഥലത്ത് അവരെയും ദൈവത്തിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന് ഞങ്ങളെല്ലാവരെയും ദൈവം തരുന്നു. ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നോയമ്പ് ഞങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ദൈവമേ ഞങ്ങളെ വെടിപ്പാക്കുവാൻ തക്കവണ്ണം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളിൽ വന്ന കുറവുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് ശരിയെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും കർത്താവെ, എന്നാൽ പലതും അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട് കർത്താവെ, അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സത്യവചനത്തിൽ കൂടി അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദൈവമായിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഞങ്ങളെ ലംഘനങ്ങളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം, അത് ഞങ്ങൾക്ക് ബോധ്യം വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചല്ലാതെ ഞങ്ങൾക്കത് ഏറ്റുപറയുവാൻ കഴിയില്ലല്ലപ്പോൾ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വാർത്ഥമായ ലാഭകരങ്ങൾക്കും സ്വാർത്ഥമായ കാര്യങ്ങളിൽ ലക്ഷ്യം വെച്ച് മുന്നേറുമ്പോൾ കർത്താവെ, പലതും ഞങ്ങൾ കർത്താവെ കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥകളാണ്. അപ്രകാരമല്ല. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എല്ലാം നമ്മെ ഉണർത്തുന്ന ദൈവം കർത്താവെ അവസരങ്ങൾ നമുക്ക് തരുമ്പോൾ അത് നമ്മൾ കർത്താവെ തള്ളിക്കളയാതെ ദൈവമേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന സത്യവചനങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ കർത്താവെ ഇനിയും അത് ആവർത്തിക്കാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിലും പലപ്പോഴും തെറ്റിപ്പോകുന്ന കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പല തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടും അത് നിറവേറ്റുവാൻ കഴിയാതെ മാറിപ്പോകുന്ന കർത്താവെ, അപ്രകാരമല്ല കർത്താവെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവീയ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രോഗത്താലും ഭാരത്താലും ആയിരിക്കുന്നവരുണ്ട്, ബലഹീനയോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. കടന്നു വന്നിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നാളെ പരീക്ഷകൾ എഴുതേണ്ടവരുണ്ട് കർത്താവെ. കർത്താവെ, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാമിനേഷനും അതുപോലെ മറ്റ് പല പരീക്ഷകളും ദൈവമേ ഇന്ന് കർത്താവെ സ്കോളർഷിപ്പ് പരീക്ഷകളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെല്ലാം നടക്കുന്ന കാലയളവാണ്.
ദൈവമേ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കണം. അപ്പോൾ പഠിക്കേണ്ട സമയം അവർ പഠിക്കുവാനും മറ്റ് കളികളും ദൈവമേ മൊബൈൽ ഉപയോഗവും ദൈവമേ കൂടി വരുന്ന കാലയളവിൽ അവരുടെ വഴികൾ തെറ്റിപ്പോകാതെ വണ്ണം അത് കർത്താവെ മാതാപിതാക്കൾ ഇതെല്ലാം നിയന്ത്രിക്കുമ്പോൾ അത് ആ നിയന്ത്രണങ്ങൾക്ക് കർത്താവെ അനുസരണമായി മുന്നേറുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാലയളവ് അത് നല്ലവണ്ണം പഠിച്ച് മുന്നേറട്ടെ കർത്താവെ. അതിനുള്ള കൃപകൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. താല്പര്യപൂരം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭവനങ്ങളിലിരിക്കുന്ന സമയം അല്പസമയം ദേവാലയത്തിൽ വന്നിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ തങ്ങളുടെ സമയം ചിലവഴിക്കുന്നത് അത് ഏറ്റവും അനുഗ്രഹമാണല്ലപ്പ. അപ്രകാരമായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെയും കൊണ്ട് നിറയ്ക്കണം. ചൂടിൻ്റെ കാഠിന്യമുണ്ട് കർത്താവെ. പല സ്ഥലങ്ങളിലും ദൈവമേ ചിക്കൻ ബോക്സിൻ്റെയും മറ്റും രോഗങ്ങളുണ്ട് കർത്താവെ. അതൊന്നും പകർന്നു പിടിക്കാതെ കാക്കുകയും പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ദൈവമേ ആരോഗ്യത്തോടെ പരീക്ഷകൾ എഴുതുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം കർത്താവെ. വാഹനയാത്രകളിൽ സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദിവസവും എത്രയോ വാഹന അപകടങ്ങൾ കർത്താവെ ഞങ്ങൾ കേട്ട് കർത്താവെ എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നു കർത്താവെ. അതുപോലെ എത്രയോ ഉല്ലാസയാത്രകൾക്ക് കടന്നുപോയി കർത്താവെ പലതും സംഭവിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. അപ്രകാരം ദോഷമായ വഴികളിൽ ആരും കടന്നു പോകാതെ ദൈവത്തെ ആശ്രയിക്കുവാനും ദൈവമേ തങ്ങൾ കൊടുത്തിരിക്കുന്ന കൂടുതൽ സമയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവമേ കൂട്ടായ്മയും ആരാധനകളെല്ലാം പങ്കെടുക്കുവാനും ഉള്ള മനസ്സുകളെ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ രാത്രി ഞങ്ങൾ കേൾക്കാനും വന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തരണം കർത്താവെ. ഞങ്ങൾ വന്നത് നന്നായി എന്ന് പറഞ്ഞു പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരു ഇഷ്ടം സ്വർഗത്തെപ്പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആമേൻ. 422 പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ചകൾക്കും കൊയർ പാടുന്നു. ഇന്ന് നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ എന്നുള്ള പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടാം.
സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, സ്തോത്ര കാഴ്ചയെ വാഴ്ച അനുഗ്രഹിച്ചരണം. പ്രിയപ്പെട്ട മക്കൾ ദൈവത്തിൻ്റെ സന്നിധി കാഴ്ചയായിട്ട് അർപ്പിച്ചത് കർത്താവെ ദൈവസന്നിധിയിൽ പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. എന്താവശ്യമായിട്ട് ഉപയോഗിക്കുന്നു എല്ലാത്തിലും ദൈവകൃപ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദൈവമേ അർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കണം. മുഖത്തോടെ നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 8-ാം ദിവസമായിട്ട് ഇന്ന് നമുക്ക് ഈ ആലയത്തിൽ വരുവാനും ദൈവസന്നിധിയിലായിരുന്നു ദൈവവചന ശുശ്രൂഷ കേൾപ്പാനും ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകി നന്ദിയോടെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട 2 അച്ഛന്മാരും കോയമ്പത്തൂരിലെ ഒരു മീറ്റിങ്ങിൽ കടന്നു പോയിരിക്കുന്നു. ആ മീറ്റിങ്ങിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തെ ആരാധനയെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പാപം ഒന്നേ മതിയാകും നിന്നെ ഭാഗ്യമില്ലാത്തവനാക്കിടുവാൻ. പാപം ഒന്നേ മതിയാകും. ആപത്തിൻ കാരണം പാപമെന്നറിയുക നീ. അനവധി സാക്ഷികൾ അവനിയങ്ങും. താപങ്ങൾ നിറയുന്നു, പാപം പിന്തുടരുന്നു. താപങ്ങൾ നിറയുന്നു, ശാപം പിന്തുടരുന്നു. സത്യം പിഴച്ചവർക്ക് സ്വസ്ഥതയില്ലേ. പാപം ഒന്നേ മതിയാകും നിന്നെ ഭാഗ്യമില്ലാത്തവനാക്കിടുവാൻ. പാപം ഒന്നേ മതിയാകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന് യെഹെസ്കേൽ പ്രവചനം. ഈ നാളുകളിൽ നാം നോമ്പ് ആചരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ആത്മീയ ഉണർവ് മാത്രമല്ല, ഒരു ആത്മീയമായിട്ടൊരു ആർജവം പ്രാപിക്കുവാൻ വേണ്ടി കൂടെയാണ്. ഈ നാളുകളിൽ ഇത്രയും നമ്മൾ നോമ്പ് ആചരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ ഒരു അനുഭവം അവിടെ വരുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ മുഹമ്മദ് ബഷീർ എന്ന് പറയും. ഞങ്ങളൊന്നിച്ച് ലാ കോളേജിൽ പഠിച്ചത്. അപ്പോൾ മിക്കവാറും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും ആ ഉച്ച സമയത്ത് എവിടെയാണോ അവിടെ അവൻ്റെ നമസ്കാരിക്കുന്ന ദിവസം വരുന്നു, അവിടെ അവൻ്റെ പള്ളിയിൽ പോയി അവൻ പ്രാർത്ഥിച്ചിട്ട് വരിക പതിവാണ് 2 മണിക്ക്. അപ്പോൾ പ്രത്യേകിച്ച് ഈ നോമ്പ് ആരാധന ദിവസങ്ങളെല്ലാം പകൽക്കാലം മുഴുവനും ഒരു ആഹാരമോ വെള്ളമോ കുടിക്കത്തില്ല. ഇപ്പോൾ രാവിലെ 6 മണിക്ക് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ പുള്ളി അവൻ്റെ ജീവിതത്തിൽ പറയുകയാണ്, ആ ദിവസം വരെയും ആ പകൽ സമയം മുഴുവനും വെള്ളം കുടിക്കാതെയും ആഹാരം കുടിക്കാതെയും അത് വർജിച്ചിട്ട് അങ്ങനെ ദിവസം കഴിയുമ്പോൾ ഒരു പുതിയൊരു ശക്തി ഉന്മേഷം ലഭിക്കുന്നു എന്നാണ്. അപ്രകാരമാണെങ്കിൽ നമ്മുടെ നോമ്പ് ആരാധനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ശക്തി നമുക്ക് നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയം ചിന്തയ്ക്കായിട്ട് എടുത്തിട്ടുള്ള വാക്യം 37-ാം അധ്യായം യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് അത് യെഹെസ്കേൽ പ്രവാചകനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നു. പ്രവാചകനെ ദൈവം ഒരു കുന്നിൻ്റെ താഴ്വരയിൽ കൊണ്ടുപോവുകയാണ്. അവിടെ വളരെയധികം അസ്ഥികൾ അവിടെ കൂടിക്കിടക്കുന്നു. ആ അസ്ഥികളുടെ ഇടയിൽ കൂടെയൊക്കെ കടന്നു പോകാൻ പറയുന്നു. അസ്ഥികളുടെ ഇടയിൽ കൂടെ കടന്നു പോയിട്ട് പ്രവാചകനടുത്ത് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യമാണ് പ്രവാചകനടുത്ത് ചോദിക്കുന്നത്. നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളെന്ത് പറയും? നമ്മുടെ ഒരു പക്ഷേ അച്ഛനായിരിക്കും, അല്ല ഗുരുനാഥനായിരിക്കും. നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല. അവിടെ പ്രവാചകൻ മറുപടി പറയുന്നു, യഹോവയായ കർത്താവേ, അങ്ങ് അറിയുന്നു എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 37-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ യഹോവ പ്രവാചകനോട് പറഞ്ഞത്, ഈ അസ്ഥികളെക്കുറിച്ച് നീ പ്രവചിക്കുക, അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പോൾ പ്രവാചകർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ, ഉണങ്ങിയത്തെ ദിവസങ്ങൾ, മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് അത് ഉണങ്ങിയിരിക്കുന്നു. അതാണ് ഉണങ്ങിയ അസ്ഥികളോട് നീ പോയി പ്രവചിക്കുക,
യഹോവയുടെ വചനം കേൾക്കാമെന്ന് ഈ അസ്ഥികളോട് പറയാനായിട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് ആ പറയേണ്ട വാക്കുകൾ? നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഈ അസ്ഥികളോട് പറയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് പിടിപ്പിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് അതിൻ്റെ പുറത്ത് മാംസം വെച്ച് അതിൻ്റെ പുറത്ത് ത്വക്ക് വെച്ച് ഞാൻ പിടിപ്പിക്കും. ഞാൻ നിങ്ങൾ ജീവിക്കേണ്ടതിന് ശ്വാസം വരുത്തും എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ പ്രവാചകൻ അവിടെ പോയി ആ താഴ്വര അസ്ഥികളോട് പ്രവചിക്കുകയാണ്. അസ്ഥികളോട് വചനം കേൾക്കാനായിട്ട് അവിടെ പറയുകയാണ്. അത് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. അപ്പോൾ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ തന്നെ അവിടെ ഭയങ്കരമായിട്ടൊരു ഇടിമുഴക്കമുണ്ടായി, ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പവും അവിടെ ഉണ്ടായിട്ടാണ് നമ്മുടെ വചനം അവിടെ പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോൾ അസ്ഥികളോട് ചേർന്നു. അസ്ഥികൾ നമുക്കറിയാം, അസ്ഥികൾ വേർപെട്ട് പോയാൽ തല ഒരിടത്ത് പോകും, കൈ ഒരിടത്ത്, കാലൊരിടത്ത്, എല്ലാം പ്രത്യേകമായിട്ട് കിടന്ന് ഒരു വലിയൊരു കൂട്ടമാണ്. എന്നാൽ ഇത് എവിടെയെല്ലാം മാറിപ്പെട്ടോ ഇതെല്ലാം ഒന്നിച്ച് അസ്ഥിയോട് വന്ന് ചേരുന്ന ഒരു സംഭവം അവിടെ കാണുന്നു. പിന്നെ പ്രവാചകൻ നോക്കിയപ്പോൾ ഈ അസ്ഥികളുടെ മുകളിലെല്ലാം അത് ഞരമ്പ് എല്ലാം വന്നിരിക്കുന്നു. അതിൻ്റെ പുറത്ത് മാംസം വന്നിരിക്കുന്നു, അതിൻ്റെ പുറത്ത് ത്വക്കും വന്നിരിക്കുന്നതായിട്ട് അവിടെ കാണുന്നു. എന്നാൽ അപ്പോൾ അതിലെഴുതി 8-ാം വാക്യം, ത്വക്ക് പോയി, എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അത് ഈ ബോഡിയായിട്ട് അവിടെ കിടക്കുന്നു, പക്ഷേ ശ്വാസം ഇല്ല. അപ്പോഴാണ് യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു, നീ 4 കാറ്റിനോടും പ്രവചിക്കുക. കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് എന്താണ് നീ പറയേണ്ടത്? ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവയിൽ ഊതുക എന്ന് പറയുക എന്ന് പറയും. അപ്രകാരം തന്നെ കൽപ്പിച്ചതുപോലെ അവൻ 4 കാറ്റിനോടും അവിടെ കൽപ്പിച്ചു. അവർക്ക് പ്രവചിച്ചപ്പോൾ ശ്വാസം വന്നു. അതൊരു വലിയ സൈന്യമായി എന്നാണ് അതിൽ കിടക്കുന്നത്. 10-ാം വാക്യം, അതിൻ്റെ ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് ആലോചിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്താണ് പ്രവാചകനോട് പറയുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രയേൽ ഗൃഹമാണ്. ഇസ്രയേൽ ഗൃഹത്തിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ അസ്ഥികൾ ഇസ്രയേൽ ഗൃഹമൊക്കെ ആയിരുന്നു. ഈ അസ്ഥികൾ ഞങ്ങൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗം. ഇതാണ് അതെ, നാം എന്തിനാണ് ഇവിടെ നോയമ്പ് ആചരിക്കുന്നു പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർന്നതായിട്ടുള്ള അനുഭവങ്ങൾ കാണും. പല രീതിയിലുള്ള തകർച്ചയാണ് ആത്മീയ ജീവിതത്തിൽ. ഒരു പക്ഷേ ശാരീരികമായിട്ടുള്ള രോഗമായിരിക്കും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് നാം ഇങ്ങനെ ഉണങ്ങിയ അസ്ഥികൾ പോലെ നിർജ്ജീവമായിരിക്കുന്ന അവസ്ഥ, അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം. നമ്മൾ ചിലതെല്ലാം പ്രതീക്ഷിച്ചു, നമ്മൾ പ്രത്യാശ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, നമ്മളിങ്ങനെ നിരാശയായി വരുന്നു. അങ്ങനെ ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അടിമ വീടായ അത് ഇസ്രയേൽ എല്ലാം അടിമത്തത്തിൽ നിന്ന് തീർന്ന് എല്ലാം തകർന്ന് തരിപ്പണമായ നിരാശയിലായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം ഈ പ്രവാചകൻ അവിടെ എഴുന്നള്ളിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ശവക്കുഴി തുറന്ന് നിങ്ങളെ അതിൽ നിന്ന് ഞാൻ കയറ്റി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. വീണ്ടും 14-ാം വാക്യം പറഞ്ഞു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ തരും. അപ്പോൾ ഈ നൊയമ്പ് ദിവസങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കൂടുതലായിട്ട് വരുവാൻ അത് മുഖാന്തരം സാധിക്കും. മോശ 40 ദിവസം പകലും രാത്രിയും ദൈവം ഹോരേ പർവ്വതത്തിൽ മോശയെ വിളിക്കുകയാണ്. മോശ കഴിഞ്ഞ് വാ, പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്, മോശയെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, ആ കൽപ്പനകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 40 ദിവസം ഇരുന്ന് അവിടെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആ കൽപ്പനകൾ അയക്കുന്നത് മനസ്സിലാക്കുക. അത് 1-2 ദിവസങ്ങളല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ നഷ്ടപ്പെട്ടു പോയത് മാറി ഈ പശ്ചാത്തലത്തോട് നാം ദൈവസേനയിൽ വരുവാൻ ഈ ദിവസം നമുക്ക് വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഒരു അനുഭവം, ഒരു അനുതാപം നമ്മൾ വേണം. അതിന് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മുടെ ആഡംബര ജീവിതം നാം മാറ്റുക. നാം പുറമേയുള്ള മോടിയായിട്ടുള്ള മാത്രമുള്ള ജീവിതങ്ങളെല്ലാം മാറ്റി ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ദൈവം ആലോചന നമുക്ക് പറഞ്ഞു തരുന്നു. 2-ാമത്തെ കാര്യം, നാം എന്തിനാണ് നാം ഈ വചനം കേൾക്കുന്നത്? അതെ, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാം. അതെ, 4-ാം വാക്യം, അയ്യോ പാവമുള്ള ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞു. നാം ഒരു കാലത്ത് നമ്മൾ തീരുമാനമെടുത്തവരാണ്. അതെ,
നാം ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവം നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചതാണ്. പക്ഷേ പലപ്പോഴും നാം മറന്ന് അതിൽ നിന്ന് പിന്നിട്ട് നാം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അനുതാപത്തിൻ്റെ ഒരു ആഹ്വാനമാണ് ഇവിടെ യെശയ്യാ പ്രവചൻ അതിൽ കൂടെ പറഞ്ഞത്. അപ്പോൾ വഷളായി നടക്കുന്ന ജനം, അതെ 5-ാം വാക്യം നമ്മൾ ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്, ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുക. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? കാരണം നിങ്ങൾ അധികം പിന്മാറിക്കൊണ്ടിരിക്കുന്നു. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. ഒരു വ്രണം നമുക്കുണ്ടായാൽ അത് പഴുത്ത് നീരുകെട്ടിയിരിക്കുമ്പോൾ ഒരിക്കലും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല, അതിനൊരു സമാധാനം വരികയില്ല. എനിക്കറിയാം, എൻ്റെ അനിയൻ ഡോക്ടർ ചന്ദ്രമോഹൻ നമ്മുടെ കാലിൽ ഇതുപോലെ ചിലപ്പോൾ സമയത്ത് എന്തെങ്കിലും പഴുത്ത് വ്രണമായിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിന് ഞെക്കി അതിനൊരു അപ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ എന്നൊരു നിലവിളി. കാരണം അതിനകത്തുള്ള ആ ദുഷ്ടമെല്ലാം പോകണമെങ്കിൽ അതിനെ ഞെക്കി കഴുകുക മാത്രമേ അതിന് ദുഷ്ട പോകുള്ളൂ. അപ്പോൾ ചിലതെല്ലാം നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരും. അപ്പം നാമും ആലയത്തിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കേൾവി ഭാഗങ്ങൾ വായിക്കാനുള്ള സമയമില്ല. അപ്പം നമുക്ക് ഒരു പക്ഷേ പ്രയാസം ഉണ്ടാകും. നമ്മുടെ വിൽപ്പറ്റിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗത്തിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പാപമംഗലമായ കാര്യങ്ങൾ അതുകൊണ്ട് മാറ്റപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നാണ് നമുക്ക് ജീവൻ വരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. അപ്പോൾ എണ്ണ പുരട്ടി ശമിക്കണമെങ്കിൽ ആ ഞെക്കി ആ പഴുപ്പ് അതിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ആ വ്രണം പൂർണ്ണമായിട്ട് വരികയുള്ളൂ. അതാണ് അതിലെഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ശേഷിപ്പ് വരുന്നില്ലെങ്കിൽ നാം സ്വതം പോലെ ആകുമായിരുന്നു. അപ്പോൾ നാം ഇതെല്ലാമാണ് ദൈവം നമ്മുടെ വലിയ കരുണ കൊണ്ട് മാത്രമാണ് നമ്മളാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വതവും ഗോമോറ നശിച്ചതുപോലെ മുഴുവനായിട്ട് നശിച്ചു പോകുന്ന അത് ഒരു കാര്യം അവിടെ വരും. ആ 16-ാം വാക്യം അതിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരുന്നാലും നിങ്ങളുടെ കഴി വെടുപ്പാക്കുവിൻ, അതെ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതെ, ഒരു പക്ഷേ നാം ജീവിതത്തിൽ ധാരാളം പാപം ചെയ്തിട്ടുള്ള മനുഷ്യർ, പാപമില്ലാത്ത മനുഷ്യരില്ല. അപ്രകാരം പാപം, അപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അവിടെ ഒരു ആഹ്വാനം തരുന്നു. അതെ, വീണ്ടെടുപ്പിൻ്റെ ഒരു ആഹ്വാനമാണ്. നാം നിരാശപ്പെട്ടിരിക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വരും, പക്ഷേ അതെല്ലാം മാറി അതെ ഈ പാപം കടും ചുവപ്പായിരുന്നു ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുമെന്നാണ് പറഞ്ഞത്. മറുത്ത് മത്സരിച്ചുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും യഹോവയുടെ വായ അരുളി ചെയ്യുന്നു. ഇപ്രകാരം ദൈവം നമ്മളെ അത് മാനസാന്തരത്തിന് മടക്കി വിളിക്കുന്ന ഒരു അനുഭവമായിട്ട് അവിടെ കാണുന്നു. നാം മടങ്ങി പോവുക. മടങ്ങിപ്പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മത്തായി സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം, ഒന്നാമത് നീ ചെന്ന് നിൻ്റെ സഹോദരനോട് നിരന്നു കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ പല നിരപ്പിൻ്റെ അനുഭവങ്ങളെല്ലാം വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭയങ്കര കുറവുകളെല്ലാം തെറ്റുകളെല്ലാം കാണും നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ. എങ്കിലും ആ സഹോദരനോട് നിരപ്പിൻ്റെ അനുഭവങ്ങൾ വരണം. എങ്കിൽ മാത്രമേ ആ മുറിവ് വച്ച് കെട്ടിയാൽ ആ മുറിവ് അവിടെ പോയി പൊറുക്കുകയുള്ളൂ. രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വയം ത്യജിക്കാൻ തയ്യാറാകണം. പലതും നാം വർജിക്കണം. ചിലരെല്ലാം ആഹാരം കഴിക്കില്ല, അല്ലെങ്കിൽ അതെല്ലാം വർജിച്ച്, അതുപോലെ ജീവിതത്തിൽ പലതെല്ലാം നമുക്ക് വേണ്ടുന്ന അനുഭവങ്ങൾ അത് മാറ്റി വച്ചിട്ട് നാം ദൈവസന്നിധിയിൽ വിനയത്തോടെ ഇരിക്കുമ്പോൾ ഈ 40 ദിവസം കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ശക്തി നമുക്ക് ലഭിക്കുന്നു. അതിന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ 24-ാം വാക്യം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവ് ലഭിക്കും. അതെ, യവനന്മാർ ഒരു യാത്രാമധ്യേ യേശുവിനെ ഒരു ഉത്സവത്തിന് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഫിലിപ്പോസും അന്ത്രയോസും കൂടെ പറഞ്ഞു, ശരി എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി യേശുവിനെ കാണിച്ചു കൊടുത്തു. ആ യേശുവിനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഇത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ, ചത്തുവെങ്കിലോ വളരെ വളരെ വിളവുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മെഴുകുതിരി ഉദാഹരണത്തിരിക്കുമ്പോൾ ആ മെഴുകുതിരി കത്തിക്കൊണ്ട് നല്ല പ്രകാശമായിരിക്കും. പക്ഷേ അതങ്ങ് തീർന്ന് അവൻ്റെ ജീവൻ നശിക്കുന്നു. ആ പ്രകാശം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്നു. ഒരു ഗോതമ്പ് മണി അതുപോലെ അത് അങ്ങനെ ഇരുന്നാൽ ഒരു പ്രയോജനം, മെഴുകുതിരി അങ്ങനെ ഇരുന്ന പ്രയോജനം, അത് കത്തിയാൽ മാത്രമേ അതിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ആ ഗോതമ്പ് മണി തറയിൽ വീണ് അത് ഈർപ്പമുണ്ടായി മണ്ണിൽ വീഴുമ്പോൾ അത് വളരെ വിളവ് അത് ലഭിക്കുന്നു. ഗോതമ്പ് മണി അങ്ങനെ ഇരുന്നാൽ പോലും സന്യാസ ജീവിതത്തിനെ കുറിച്ച് അത് നമ്മുടെ ഭാരതത്തിൻ്റെ മതം പറയുന്നത് അപ്രകാരം തന്നെയാണ്. അതെ, സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ ഇതെല്ലാം മാറി ഒരു സന്യാസ ജീവിതം നയിച്ചാലും മതി, ഏകാന്തമായിട്ട് അവിടെ ഇരിക്കാം. സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നിർവിചാരകനായും നിസ്സംഗതയോടും കൂടെ സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുന്നതല്ല സന്യാസ ജീവിതം. മാത്രമല്ല
മറ്റുള്ളവർക്ക് വേണ്ടി നന്മയുടെ ദൈവ ദർശനം നൽകുന്നവരായിരിക്കും ഈ സന്യാസ ജീവിതം എന്ന് പറയുന്നത്. അത് കർത്താവ് ആഗ്രഹിക്കുന്ന അപ്രകാരം തന്നെയാണ്. അത് കരയുന്നവരോട് കരയാനും അത് വേദനിക്കുന്നവരോട് അവരുടെ കൂടെ ചേർന്ന് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പേര്, മഹിമ, അത് ധനം ഉണ്ടാക്കുന്നതിന് മോഹം, വേദപുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളെല്ലാം ഉണ്ട്. അതിനിപ്പോൾ ഞാൻ പ്രസ്താവിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം നമുക്കുണ്ട്. അത് എല്ലാം നമുക്ക് ആരോഗ്യമുണ്ട്, സുഖമുണ്ട്, എല്ലാം നേടുവാനുള്ള അവസരങ്ങളാണ്. പ്രായമാകുന്ന വരുമ്പോഴേയും നമ്മൾ ഇതെല്ലാം പൈസ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയല്ല. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് വാർദ്ധക്യമായി, പിന്നെ പെൻഷനായി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് അപ്രകാരമായിരിക്കണം നമ്മുടെ നൊയമ്പ് പ്രവർത്തനങ്ങളെല്ലാം, അപ്രകാരമായിരിക്കണം. നമ്മുടെ പേരിനോ മഹിമയ്ക്കോ വേണ്ടി, അതെ, നമ്മുടെ ധനമോഹത്തിന് വേണ്ടി ഒന്നും വരാതെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. മൂന്നാമത്തത് നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം, അതെ, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യം നമ്മൾ പലതും സ്നേഹിക്കും. നാം ആലയത്തിൽ വന്ന് നമ്മുടെ ശുശ്രൂഷനെ സ്നേഹിക്കും, നമ്മളെ കൂട്ടുകാരെ സ്നേഹിക്കും, നമ്മുടെ വിശ്വാസികളെ സ്നേഹിക്കും, എല്ലാം നമ്മൾ എല്ലാം ചെയ്യും. വർഷങ്ങൾ കഴിയുമ്പോൾ നാം അതെല്ലാം മറക്കുന്നു. നമ്മൾ ആദ്യത്തെ സ്നേഹം വിട്ടുപോകുന്നു. അതെ, ഉദാഹരണത്തിന് ഒരു കുഞ്ഞ്, അതെ, ഒരു കാക്ക ഇരിക്കുന്നു. ഒരു 35 വയസ്സായ ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞ് 5-6 വയസ്സായി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ കാക്ക. അതെന്ത് കാക്ക? കുഞ്ഞ് പറയില്ല. പക്ഷേ എന്നാലും 10-15 പ്രാവശ്യം 25 പ്രാവശ്യം പറഞ്ഞെങ്കിലും ആ കുഞ്ഞിനെ കാക്ക എന്ന് പറയുന്നത് വരെയും ആ അപ്പൻ ആ കുഞ്ഞു മോന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ വർഷങ്ങൾ, ഒരു പക്ഷേ 10-25 വർഷം കഴിഞ്ഞു, ആ അപ്പന് കണ്ണ് കണ്ടുകൂടാ, വാർദ്ധക്യത്തിലായി. ആ അപ്പൻ അത് ഒരു പക്ഷി വന്നിരിക്കുകയാണ്. മോനെ അത് എന്തോ എന്ന് ചോദിക്കുമ്പോൾ കാക്ക. ഇല്ല, എന്ത് മോനെ കേട്ടില്ല. 2ാമത് പ്രാവശ്യം ചെവി കാട്ടൂടെ, കാക്ക എന്ന് പറഞ്ഞില്ലേ. വീണ്ടും ഒന്നുകൂടെ പറയുമ്പോൾ ഒരു പക്ഷേ വേഷം വന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഈ ചെവി കാക്കൊടുത്ത മനുഷ്യൻ ഒന്നും പറഞ്ഞിടത്തിന് തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. നാം വാർദ്ധക്യമുള്ള പിതാക്കന്മാരായിട്ട് നാം ചെയ്യുന്നതായിട്ട് സംഭവിക്കും. എൻ്റെ ഓൾഡ് ഏജ് ഹോമിൽ ഇപ്രകാരം തന്നെയാണ്. ഒരു പിതാവ് പട്ടാളത്തിൽ ക്യാമ്പിലിരുന്ന് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വന്നു, ലീവിന് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മാതാവിനെയാണ് അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് നല്ല പൈസയൊക്കെ ഉള്ള നല്ലൊരു പാർട്ടി തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഭാര്യ ഒരു സ്കൂൾ ടീച്ചറാണ്, 3 മക്കളുണ്ട്. 1ാമത്തെ കുഞ്ഞ് അംഗവൈകല്യം, അതിന് ബ്രെയിൻ വളർച്ചയില്ല. ആദ്യമേ തന്നെ ഒരു കണ്ണ് ഇങ്ങനെ ഇതായി, ഒരു സൈഡങ്ങ് വളർച്ച, അതിങ്ങനെ കുഴഞ്ഞ് കിടക്കുകയേ ഉള്ളൂ. മറ്റേ 2 കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ തന്നെ. പക്ഷേ ഈ മൂത്ത കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് ആ അമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുകയില്ല. അമ്മ സ്കൂളിൽ പോകാതെ മൂത്ത കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് ഭവനത്തിലായിരിക്കുന്നു. അതെ, അപ്പോൾ ഇയാളുടെ വാർദ്ധക്യത്തിലുള്ള അമ്മ എപ്പോഴും കുറ്റം പറയുന്ന സ്വഭാവം വീട്ടിൽ. മരുമകളെക്കുറിച്ച്, അവളെനിക്ക് ആഹാരം തരുന്നില്ല, അവരെനിക്ക് എപ്പോഴും കുറ്റം പറയുന്നു. ഈ കൊച്ചിന് സുഖമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെ നോക്കാനോ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അതെ ആ അമ്മ അത്രയും കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, അമ്മയെ ആദ്യം ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി. ജീവിതത്തിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ ധാരാളം ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ കടമകൾ നാം അതാണ് നമ്മൾ പറഞ്ഞ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളത്. അതെ, മാതാവും മക്കളും എല്ലാം നാം ചിന്തിക്കണം. പ്രായമുള്ള മാതാക്കളും ആലോചിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളെ, നമ്മുടെ ആൺമക്കളായാലും പെൺമക്കളായാലും മരുമക്കളായാലും അവരെ നാം സ്നേഹത്തോടെ നമ്മൾ കരുതി നാം കൊണ്ടുപോയെങ്കിൽ മാത്രമേ കുടുംബജീവിതം ഏറ്റവും സന്തോഷമുള്ളതായി തീരുള്ളൂ. നമ്മൾ ബാലരാമരത്ത് തന്നെ ഞങ്ങൾ കരോളിന് പോയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ, അപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരു അമ്മ ഡോക്ടറാണ്, അപ്പനും നല്ല ഉദ്യോഗസ്ഥനാണ്. 2 മക്കളുണ്ട്, 2 വികലാംഗനാണ്. 2 വലിയ വാടി വെച്ച് ഉള്ള ഒരു കസേരയിൽ മൂത്ത മകൻ. ഇളയ ഒരു പെൺകുട്ടിയാണ്, നല്ല പെൺകുട്ടി, അതും അവിടെ കിടക്കുന്നതിൽ. അത് ജരിക്കാനോ പെറുക്കാനോ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും 2 പേരെ നോക്കാനായിട്ട് 2 ജോലിക്കാർ അവിടെ വെച്ചിരിക്കുന്നതായിട്ട് അവിടെ കാണുന്നു. അതെ, ജീവിതങ്ങൾ ഇപ്രകാരം തളർന്നും പ്രയാസപ്പെട്ടുള്ള ജീവിതങ്ങളിൽ ദൈവം നമുക്ക് എത്രയോ നന്മ നമുക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് നമുക്ക് നടക്കാനുള്ള ആരോഗ്യമുണ്ട്, നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടെ മക്കളുണ്ട്, മരുമക്കൾ, കൊച്ചുമക്കളുണ്ട്. എങ്ങനെയാണ് നാം ജീവിക്കുന്നത്? നമ്മുടെ കടപ്പാടുകൾ നാം ചെയ്യുന്നുണ്ടോ? നമ്മുടെ കടപ്പാടുകൾ നാം ചെയ്യണം. അല്ലെങ്കിൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ
ഞാൻ നിൻ്റെ നിലവിളക്ക്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൽ നിന്ന് നീക്കുകയും ചെയ്യും. ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങൾ നാം ഓർത്ത് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവത്തോടെ നാം ജീവിക്കുക. ഈ 40 ദിവസത്തെ നമ്മൾ സന്ദർശനം നമുക്കറിയാം. ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പഴയ ആ പള്ളിയിൽ നിന്ന് പുൽപ്പിറ്റിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ നാം ശ്രദ്ധയോടെ നാം കേൾക്കുക. ഒരു വചനമെങ്കിലും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ നാം കുറച്ചുകൂടെ നാം ശക്തിയുള്ളവരായി തീർന്നു. വേദപുസ്തകം എടുത്ത് ധൈര്യത്തോടെ നമുക്ക് കൊണ്ടുപോകാൻ പറയും. എല്ലാവരും മുമ്പ് വെച്ച് നമുക്കൊരു സാക്ഷിയായിട്ട് നമുക്ക് നിൽക്കുവാൻ തക്കണം സഹായിക്കും. കാരണം നമ്മുടെ ജീവിതം അത്ര പാപമില്ലാത്ത പാപപങ്കുലമായിട്ടില്ല. അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റിന് ദൈവം ഇപ്രകാരം നമ്മോട് ക്ഷമിക്കുന്നു. അതെ, നിൻ്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപക്കറകൾ ദൈവം മാറ്റി നമ്മൾ വിശുദ്ധിയോടെ ഒരു കൃപയെ നമുക്ക് തരും. അപ്രകാരം ഈ 40 ദിവസത്തെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുശോഭനപരമായി തീരട്ടെ. നമ്മുടെ ജീവിതം അപ്രകാരം ഒരു അനുഗ്രഹമായി തന്നെ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയെന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയെന്ന്. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, മനോഹരമായിട്ടുള്ള രാത്രികാലത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ നൊയമ്പാരാധനയിൽ അടിയങ്ങൾക്ക് പങ്കെടുക്കുവാനും അടിയങ്ങൾക്ക് വചനം കേൾപ്പാൻ തക്കവണ്ണം ദൈവമേ സഹായിച്ചു നന്ദിയോടെ സ്തുതിക്കുന്നു. ബലഹീനെല്ലാം ക്ഷമിക്കണം കർത്താവെ. ഈ അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ പ്രകാരം കർത്താവെ അങ്ങയുടെ ശബ്ദം അടിയങ്ങൾ കേട്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കുറവുകൾ എല്ലാം മാറി പുതിയ അനുഭവത്തോടെ അങ്ങയുടെ ആത്മാവ് അടിയങ്ങളുടെ ജീവിതത്തിൽ പകർന്ന ഒരു ജീവിതമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം കർത്താവെ. ജീവിതങ്ങൾ അടിയങ്ങൾ മടക്കയാത്ര തൃക്കമി സ്ഥാനത്ത് ഉണ്ടാകണം. സന്തോഷത്തോട് അടിയങ്ങൾ പോയി ഭവനത്തിൽ ചേരുവാനും അടിയങ്ങളെ ഓരോ ജീവിതങ്ങളെ ദൈവ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കൊണ്ട് കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ദൈവമേ പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു ദിവസം കടന്നു പോകുമ്പോൾ അടിയങ്ങൾ പുതിയ ശക്തിയുള്ളവരെ തീരുവാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന അടിയങ്ങൾ ജീവിതത്തിൽ ഒരു പുതിയൊരു രൂപവും ഭാവവും അടിയങ്ങൾ ജീവിതത്തിൽ തക്കൊണ്ട് സഹായിക്കണം. മഹത്തോടെ നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഇന്ന് എന്നേക്കും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.